ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ജൂൺ 30 വരെ ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഏപ്രിൽ 1 മുതൽ പദ്ധതി ആരംഭിക്കും. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടേതാണ് തീരുമാനം. 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ ചേർന്നിട്ടുള്ളതും ഇനി ചേരാൻ പോകുന്നവരുമായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് NPS-ൽ നിന്ന് UPS-ലേക്ക് ഒറ്റത്തവണ മാറാനുള്ള സൗകര്യവുമുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഈ സൗകര്യം ലഭിക്കും. ഏപ്രിൽ 1 അതിനുശേഷമോ ചേരുന്ന പുതിയ ജീവനക്കാർക്ക് ഈ സൗകര്യം വിനിയോഗിക്കാൻ 30 ദിവസത്തെ സമയം ലഭിക്കും. ഒരിക്കൽ തിരഞ്ഞെടുത്താൽ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. 2025 മാർച്ച് 31 അതിനു മുമ്പോ വിരമിക്കുന്ന ഒരു ജീവനക്കാരന് UPS പദ്ധതി തിരഞ്ഞെടുക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റേഷൻ കാർഡ് ഉടമകൾക്ക് സെസ് ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ആലോചന. നീല വെള്ള കാർഡ് ഉടമകൾക്ക് മാസം ₹1 സെസ് ഏർപ്പെടുത്താനാണ് ശുപാർശ. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണ് സെസ്. വ്യാപാരി ക്ഷേമനിധിയിൽ ഇപ്പോൾ ₹1,90,00,000 കുടിശ്ശികയുണ്ട്. ഇതുകൂടാതെ ഈ വർഷത്തേക്കുള്ള പണം കൂടി കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താനുള്ള ശുപാർശ വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഉദ്യോഗസ്ഥ സമിതി ശുപാർശ മാത്രമാണെന്നും ചർച്ചകൾക്ക് ശേഷമേ ഭക്ഷ്യവകുപ്പ് തീരുമാനം എടുക്കുകയുള്ളൂവെന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരം നേടിയാൽ മാത്രമേ സെസ് ഏർപ്പെടുത്താൻ കഴിയൂ. നീല വെള്ള കാർഡ് ഉടമകൾക്ക് അരിവില ഉയർത്താനും ശുപാർശയുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭിന്നശേഷിക്കാരായ ലോട്ടറി ഏജന്റുമാർക്ക് ധനസഹായം എത്തിച്ച് സംസ്ഥാന സർക്കാർ. ഈ സാമ്പത്തിക വർഷമാകെ ₹8,95,000 ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ഇക്കാര്യം അറിയിച്ചത്. 179 ഏജന്റുമാർക്ക് ₹5,000 വീതമാണ് നൽകിയത്. ധനസഹായത്തിനായി ലഭിച്ച അപേക്ഷകരിൽ നിന്ന് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് തെരഞ്ഞെടുത്തത്. അർഹരായ മുഴുവൻ അപേക്ഷകർക്കും ലോട്ടറി ധനസഹായം അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ലോട്ടറി ധനസഹായ പദ്ധതിയാണ് പുനഃസ്ഥാപിച്ചത്. 2 ഗഡുകളിലായി ₹2,500 നൽകിയിരുന്നതാണ് ഇപ്പോൾ ₹5,000 ഒറ്റഗഡുവായി നൽകുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള ടൂറിസം വകുപ്പ് വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ്, കുക്ക്, അസിസ്റ്റന്റ് കുക്ക്, റിസപ്ഷനിസ്റ്റ് തസ്തികകളിലാണ് ജോലി ഒഴിവുകൾ. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുകയാണ്. ഇന്ത്യയിലുടനീളം 38 ഒഴിവുകളാണുള്ളത്. വിവിധ തസ്തികകളിൽ 10ാം ക്ലാസ് മുതൽ +2 ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സുകളിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ 3 വരെ തപാൽ വഴി അപേക്ഷിക്കാം.